നമസ്കാരം. മഹാസഖ്യ സർക്കാർ വിട്ട നിതീഷ് കുമാർ ബി.ജെ.പിക്കൊപ്പം സർക്കാരുണ്ടാക്കാൻ ഉന്നയിച്ച അവകാശവാദം ബീഹാർ ഗവർണർ രാജേന്ദ്ര അല്ലേക്കർ അംഗീകരിച്ചു. നിതീഷിന്റെ നേതൃത്വത്തിലുള്ള പുതിയ NDA സർക്കാർ ഇന്ന് വൈകിട്ട് 5 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 2 ഉപമുഖ്യമന്ത്രിമാർക്ക് പുറമെ 6 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. 8 മാസം മുമ്പ് NDA സഖ്യം വിട്ട് മഹാഗഡ്ബന്ധൻ സർക്കാരിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് നിതീഷ് കുമാർ രംഗത്ത് വന്നിരുന്നു. മോദി ഇനി ഒരിക്കലും പ്രധാനമന്ത്രിയാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. 2014 അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചു, എന്നാൽ 2024 സാധിക്കുമോ എന്നതായിരുന്നു നിതീഷിന്റെ ചോദ്യം. 2022 ഓഗസ്റ്റിൽ JDU യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച നിതീഷ് കുമാർ വൈകിട്ട് തേജസ്വി യാദവിനൊപ്പം ഗവർണർ ഫാഗു ചൗഹാനെ കണ്ട് സർക്കാരുണ്ടാക്കാൻ കത്ത് നൽകുകയായിരുന്നു. അടുത്ത ദിവസം വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ. ഇത്തവണ രാജിവെച്ച അന്ന് തന്നെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിതീഷ് തേജസ്വി കൂട്ടുകെട്ട് ബീഹാറിൽ 2 തവണ അധികാരത്തിലെത്തി. 2015 നിതീഷിൻ്റെയും തേജസ്വിയുടെയും നേതൃത്വത്തിലുള്ള ആദ്യ മഹാസഖ്യ സർക്കാർ അധികാരത്തിലേറിയത്. 2017 RJDയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് നിതീഷ് BJPയുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു. പിന്നീട് 2022 വരെ ആ സഖ്യം തുടർന്നു. പിന്നെ വീണ്ടും തേജസ്വിക്കൊപ്പം സർക്കാരുണ്ടാക്കി. 18 മാസത്തിന് ശേഷം വീണ്ടും നിതീഷ് കളം മാറി ചവിട്ടി. തേജസ്വിക്ക് മുഖ്യമന്ത്രി കസേരയിലുള്ള കണ്ണായിരുന്നു ഇതിന് കാരണം. തൻ്റെ പാർട്ടിയെ RJD പിളർത്തുമോ എന്ന് പോലും അദ്ദേഹം കരുതി. വേണ്ടത്ര മുൻകരുതൽ എടുത്ത് കളം മാറി. അതാണ് നിതീഷ് മാജിക്. 2005 ശേഷമുള്ള ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് എവിടെയോ ആ സഖ്യത്തിനായിരുന്നു വിജയം. മോദി പ്രഭാവം ആഞ്ഞടിച്ച 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ മുന്നണിയിലായിരുന്നു നിതീഷ്. അന്ന് നരേന്ദ്രമോദി ബീഹാർ തൂത്തുവാരി. ഇതായിരുന്നു നിതീഷിന് ലഭിച്ച ഏക തിരിച്ചടി. ആ തോൽവിയിൽ മുഖ്യമന്ത്രി പദം നിതീഷ് രാജിവെച്ചു. പകരം വിശ്വസ്തനായ ജിതിൻ റാം മാഞ്ചിയെ മുഖ്യമന്ത്രിയാക്കി. പിന്നീട് മാഞ്ചിയും നിതീഷും തമ്മിൽ തെറ്റി. ഇന്ന് മാഞ്ചി NDA പക്ഷത്താണ്. മാഞ്ചിയും നിതീഷും വീണ്ടും ഒരു പക്ഷത്ത് എത്തുന്നു എന്നതും ഇത്തവണ ശ്രദ്ധേയമായ കാര്യമാണ്. നിറം മാറുന്ന ഓന്തിനെ നിതീഷ് തോൽപ്പിക്കുമെന്നാണ് 2024 അതായത് ഇപ്പോഴത്തെ ചാട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണം. ഈ ചാട്ടം ലോക്സഭയിലെ ജനവിധി BJPക്ക് അനുകൂലമാക്കുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ജയപ്രകാശ് നാരായണന്റെ പിന്തുടർച്ചക്കാരനാണ് നിതീഷ്. യഥാർത്ഥ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നു. 94 ഇദ്ദേഹം ജോർജ് ഫെർണാണ്ടസുമായി ചേർന്ന സമതാ പാർട്ടി എന്നൊരു പാർട്ടിയുണ്ടാക്കി. 97 ലാലുവിനെതിരെ കാലിത്തീറ്റ കുംഭകോണം ഉണ്ടായപ്പോൾ ജനതാദളിൽ ശരത് യാദവ് ഇടഞ്ഞു. ലാലു രാഷ്ട്രീയ ജനതാദൾ ഉണ്ടാക്കി വേറിട്ട് പോയി. പിന്നീട് 2003 ശരത് യാദവിൻ്റെ ജനതാദളും സമതാ പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം പേരും ചേർന്ന് ലയിച്ച് ഒറ്റ പാർട്ടിയായതാണ് ജനതാദൾ യുണൈറ്റഡ് അഥവാ JDU. 98-99 കാലത്ത് വാജ്പേയി സർക്കാരിൽ റെയിൽവേ ഗതാഗത മന്ത്രിയായിരുന്നു നിതീഷ്. പിന്നീട് കൃഷി വകുപ്പിലുമെത്തി. 99 ഗെയ്സലിൽ 300ഓളം പേരുടെ മരണത്തിന് ഇടയാക്കിയ ട്രെയിൻ അപകടമുണ്ടായപ്പോൾ മന്ത്രി എന്ന നിലയിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിതീഷ് കുമാർ രാജിവെച്ചു. അന്നത് വലിയ സംഭവമായിരുന്നു. വിദേശ മാധ്യമങ്ങൾ പോലും അത് വാർത്തയാക്കി. ലാൽ ബഹാദൂർ ശാസ്ത്രിക്ക് ശേഷം ഒരു നേതാവ് ധാർമ്മിക പ്രശ്നം ഏറ്റെടുത്ത് രാജിവെക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യവും അവസാനവുമായിരുന്നു. 2001 വീണ്ടും റെയിൽവേ മന്ത്രിയായി തിരിച്ചുവരവ്. ഇത്തവണ അത് 2004 മെയ് മാസം വരെ തുടർന്നു. 2000 വെറും 7 ദിവസത്തേക്ക് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുന്നുണ്ട്. അന്ന് ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഒരാഴ്ച പോലും തികയ്ക്കാതെ ഇറങ്ങിപ്പോരേണ്ടി വന്നുവെങ്കിലും ലാലു പ്രസാദ് യാദവിൻ്റെ അനിഷേധ്യ നേതൃത്വത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു പ്രധാന എതിരാളിയായി ബീഹാറിൽ നിതീഷ് കുമാർ അതോടെ ഉയർന്നു വന്നു. 5 വർഷത്തിന് ശേഷം 2005 നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJP JDU സഖ്യം ലാലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയ ജനതാദളിനെ കെട്ടുകെട്ടിച്ചു. നിതീഷ് കുമാർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി. 2010 വീണ്ടും ജയിച്ച് മുഖ്യമന്ത്രിയാകുന്നു. എങ്കിലും നരേന്ദ്രമോദിയെ NDA പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് BJPയുമായുള്ള സഖ്യം അവസാനിപ്പിക്കുന്നു. 2015 തെരഞ്ഞെടുപ്പിൽ RJD കോൺഗ്രസ് സഖ്യത്തിൽ വീണ്ടും മത്സരിച്ച് മുഖ്യമന്ത്രി പദം നിലനിർത്തി. 2017 RJDയുമായുള്ള കൂട്ടുവെട്ടി വീണ്ടും NDAയുടെ കൂടെ സഖ്യമുണ്ടാക്കുന്നു. അങ്ങനെ സഖ്യങ്ങൾ മാറിയും മറിഞ്ഞും കഴിഞ്ഞ 2 പതിറ്റാണ്ടിന് അടുത്ത് നിതീഷ് കുമാർ തന്നെയാണ് ഇനിയും ബീഹാറിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ. ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടാൻ പോലും മടിച്ച വ്യക്തിയായിരുന്നു നിതീഷ് കുമാർ. അതുപോലെ മോദിയെ ദേശീയ തലത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിൽ പ്രതിഷേധിച്ച് NDA വിട്ടതും പഴയ ചരിത്രം. വൈകാതെ NDAയിൽ തന്നെ തിരിച്ചെത്തിയ നിതീഷ് ഇപ്പോൾ മോദിയുടെ കാൽക്കീഴിൽ ഞെരിഞ്ഞമരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 2 ഉപമുഖ്യമന്ത്രിമാരും BJPയിൽ നിന്ന് തന്നെയാകും. BJP സംസ്ഥാന അധ്യക്ഷൻ സമ്രാട് ചൗധരിയെയും പ്രതിപക്ഷ നേതാവ് വിജയ് കുമാർ സിൻഹയെയും നേരത്തെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗം സഭാകക്ഷി നേതാവായും ഉപനേതാവായും തെരഞ്ഞെടുത്തിരുന്നു. ഇരുവരുമായിരിക്കും ഉപമുഖ്യമന്ത്രിമാർ. BJPയിൽ നിന്ന് ഒരാളും JDUവിൽ നിന്ന് 3 പേരും ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയിൽ നിന്ന് ഒരാളും മന്ത്രിമാരാവും. മറ്റൊരു സ്വതന്ത്ര MLAയ്ക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് സൂചന. BJPയുടെ ഡോക്ടർ പ്രേംകുമാർ, JDU MLAമാരായ വിജേന്ദ്ര യാദവ്, വിജയ് ചൗധരി, ശ്രാവൺ കുമാർ, ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയുടെ സന്തോഷ് സുമൻ, സ്വതന്ത്ര MLA സുമിത് സിംഗ് എന്നിവരാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ.
നിതീഷിന്റെ മുന്നണി മാറ്റം വലിയ വിജയമായി അവകാശപ്പെടുന്നതിനിടെ വിഷയത്തിൽ BJPയിൽ നിന്ന് തന്നെ അപസ്വരങ്ങളും ഉയരുന്നുണ്ട്. നിതീഷിൻ്റേത് രാഷ്ട്രീയ അവസരവാദമാണെന്ന് ബംഗാളിൽ നിന്നുള്ള BJP ഉപാധ്യക്ഷൻ ദിലീപ് ഘോഷ് ആരോപിച്ചു. ഇത്തരം രീതികൾ അവസാനിപ്പിക്കണമെന്നും ബംഗാൾ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ഘോഷ് പറയുന്നു. സാധാരണ നിലയിൽ ഒരാൾ 5 വർഷത്തിനിടെ ഒറ്റത്തവണയാണ് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുക. എന്നാൽ 5 വർഷ കാലയളവിനിടെ കുറഞ്ഞത് 2, 3, 4 തവണ മുഖ്യമന്ത്രിയാവുന്ന ആളാണ് നിതീഷ് കുമാർ. അതും ഓരോ തവണയും വിവിധ ക്യാമ്പുകളിൽ നിന്ന് എന്നായിരുന്നു ദിലീപ് ഘോഷിന്റെ വാക്കുകൾ. ദിലീപിന്റെ വാക്കുകളോട് പ്രതികരിക്കാൻ BJP ബംഗാൾ വക്താവ് സമീക് ഭട്ടാചാര്യ വിസമ്മതിച്ചു.